ഹലോ എക്സാം വിന്നറിൻ്റെ കുട്ടികളെ, അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ എക്സാംസ് എല്ലാം അടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എക്സാമിൻ്റെ ഒരു ചൂടിലായിരിക്കും. ഒരുപാട് പഠിക്കാറുണ്ടല്ലോ. ഏതൊക്കെ ഭാഗങ്ങൾ നമ്മൾ പഠിക്കണം? ഫുൾ കൺഫ്യൂസ്ഡ് ആണോ? എന്നാൽ നിങ്ങൾ പേടിക്കേണ്ട, നമ്മുടെ എക്സാം വിന്നർ കൂടെ ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ 5ാം ക്ലാസ്സിലെ ഈ ചാപ്റ്റർ ഉണ്ട്. ഏതാണ് ആ ചാപ്റ്റർ? നമ്മുടെ വസ്ത്രങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ഏതാണ്? വസ്ത്രത്തിൻ്റെ നാളുവഴികൾ, അല്ലെങ്കിൽ നമ്മുടെ ക്ലോത്തിങ് ത്രൂ ദ ഏജസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഏതൊക്കെ ഭാഗങ്ങൾ പഠിച്ചാൽ ഫുൾ മാർക്ക് കിട്ടും? നമുക്ക് എല്ലാവർക്കും എന്ത് വേണം? ഫുൾ മാർക്ക് വേണം. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. ഈ ഒരു ഏരിയ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? സ്കിപ്പ് ചെയ്യരുത്. നിർബന്ധമായിട്ടും ഈ ഒരു ഭാഗം പഠിച്ചു പോകണം. ഇവിടുന്ന് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മൾ പഠിച്ചു വെച്ച് പോകേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഞാൻ പറഞ്ഞുതരാം. ഏതാണ് ആ ഏരിയ? ഹൗ ഡസ് ക്ലോത്തിങ് ബിക്കം യൂസ്ഫുൾ ടു അസ്? അതായത് എങ്ങനെയാണ് വസ്ത്രങ്ങൾ നമുക്ക് യൂസ്ഫുൾ ആവുന്നത്? നമ്മളെല്ലാവരും വസ്ത്രം ധരിക്കുന്നുണ്ട്. ഞാനിവിടെ കറുപ്പ് ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഓരോരോ വസ്ത്രങ്ങൾ ഇട്ടിട്ടുണ്ടാവും. ഇതെങ്ങനെയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മൾ എന്തിനാണ് ശരിക്കും വസ്ത്രം ധരിക്കുന്നത്? ഇതാണ് നമ്മളോട് ചോദിച്ച ചോദ്യം. അപ്പോൾ ഈ ഒരു ഭാഗം പഠിക്കാതെ എക്സാമിന് പോകരുതേ. നിർബന്ധമായിട്ട് നിങ്ങൾ ഈ ഒരു ഏരിയ പഠിച്ചു വെച്ച് പോകണം. കൃത്യമായിട്ട് ഇവിടുന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് കൂടെ മനസ്സിലാക്കണം. പല വിധത്തിലും ചോദ്യങ്ങൾ ചോദിക്കാം, തിരിച്ചും മറിച്ചുമൊക്കെ ചോദിക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചു വെച്ചോ. എങ്ങനെയാണ് വസ്ത്രങ്ങൾ നമുക്ക് യൂസ്ഫുൾ ആവുന്നത്? ഓരോ പോയിന്റ് പഠിച്ചു വെച്ചോ, നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചോ. ഫസ്റ്റ് പോയിന്റ് എന്താണ്? പ്രൊട്ടക്ഷൻ ഫ്രം കോൾഡ്. എന്താണ്? പ്രൊട്ടക്ഷൻ ഫ്രം കോൾഡ്. കോൾഡിൽ നിന്നും പ്രൊട്ടക്ഷൻ, തണുപ്പിൽ നിന്നും പ്രൊട്ടക്ഷൻ അല്ലേ? നല്ല തണുപ്പ് മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വസ്ത്രം വേണം. വസ്ത്രമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അവൻ നല്ല തണുപ്പായിരിക്കും നമ്മൾ നേരിടേണ്ടി വരാം. ആ തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ വസ്ത്രങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. കൃത്യമായിട്ട് വസ്ത്രങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തത് എന്താണ്? പ്രൊട്ടക്ഷൻ ഫ്രം ഹീറ്റ്. എന്ത് ചൂടാലേ! ഈ സൂര്യൻ്റെ ചൂടൊക്കെ നമുക്ക് കൊണ്ടു കഴിഞ്ഞാൽ ദേഹത്ത് ഒരുപാട് അടയാളങ്ങൾ വരും, ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇതെല്ലാം തടയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? വസ്ത്രങ്ങൾ ധരിക്കും. വസ്ത്രങ്ങൾ ഇങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വസ്ത്രങ്ങൾ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്, യൂസ്ഫുൾ ആവുന്നുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ട് ഇതൊക്കെ പഠിച്ചു വെക്കണേ. പിന്നെ എന്താ ചോദിക്കുന്നത്? മെയിൻറ്റെയിൻസ് ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബോഡിയുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ വസ്ത്രങ്ങൾക്ക് വലിയൊരു റോളുണ്ട്. അതുപോലെ എന്താണ് അടുത്ത് പറഞ്ഞത്? പ്രൊട്ടക്ഷൻ ഫ്രം ഇൻസെക്ട്സ്. അതായത് പ്രാണികളും മറ്റ് സാധനങ്ങളൊക്കെ നമ്മളെ മേത്ത് വന്ന് കുത്തിയാലോ, വല്ല തേനീച്ചയൊക്കെ വന്ന് നമ്മുടെ മേത്ത് കുത്തിയാലോ, വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മൾ എന്ത് ചെയ്യും? പ്രൊട്ടക്റ്റ് ചെയ്യും. ഒരു പരിധി വരെ നമ്മൾ എന്ത് ചെയ്യും? വസ്ത്രങ്ങൾ ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്താണ്? പ്രൊട്ടക്റ്റ് അവർ സ്കിൻ ഫ്രം ഡസ്റ്റ്, റെയിൻ ആൻഡ് സൺലൈറ്റ്. മഴ പെയ്യുന്നതിൽ നിന്നും അതുപോലെ എന്താണ് ഡസ്റ്റ്, അതായത് പൊടി പടലങ്ങളോ മറ്റൊക്കെ ഉണ്ടാവുന്നതിൽ നിന്നും നമ്മളെ വസ്ത്രങ്ങൾ ഒരു പരിധി വരെ രക്ഷിച്ചു നിർത്തുന്നു. നല്ല സൂര്യപ്രകാശമൊക്കെ അടിച്ചിട്ട് നമ്മൾ ടാൻ അടിക്കാന്നൊക്കെ പറയില്ലേ? അപ്പം നമുക്ക് മുഖമൊക്കെ മറയുന്ന രീതിയിലുള്ള, തലയൊക്കെ മറയുന്ന രീതിയിലുള്ള ഡ്രസ്സുകളൊക്കെ ധരിച്ചാൽ സൂര്യപ്രകാശത്തിൻ്റെ ആ ഒരു ഇടങ്ങാറ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെന്താണ്? കീപ്പ് അവർ ബോഡി ക്ലീൻ ആൻഡ് ഹൈജീനിക്. നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? ക്ലീനായിട്ടും ഹൈജീനായിട്ടും കൊണ്ട് നടത്തുന്നതിൽ ഡ്രസ്സിന് വലിയൊരു റോളുണ്ട്. ക്ലോത്തിന് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. പിന്നെന്താണ്? ഗീവ് ആസ് എ സ്മാർട്ട് ആൻഡ് ഡീസൻറ്റ് അപ്പിയറൻസ്. വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നമുക്ക് കുറച്ചുകൂടെ സ്മാർട്ടായി നിൽക്കാൻ പറ്റും. കുറച്ചുകൂടെ അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിൽക്കാൻ പറ്റും. ശരിയല്ലേ? അടിപൊളിയായിട്ട് നിൽക്കാൻ പറ്റും. കുറച്ച് സ്മാർട്ട് ആവണം അല്ലേ? സ്മാർട്ട് അതെപ്പോഴും വസ്ത്രങ്ങളാണ്. നല്ല വസ്ത്രങ്ങൾ ധരിച്ചാൽ നല്ല സ്മാർട്ടായിട്ട് നിൽക്കാൻ പറ്റും. അതുപോലെ എന്താണ്? ഹെൽപ്സ് ടു എക്സ്പ്രസ് അവർ കൾച്ചർ ആൻഡ് ട്രഡീഷൻ. നമ്മുടെ കൾച്ചറും ട്രഡീഷൻസും എന്താണ് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ കേരളം പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ വസ്ത്രം ശരിക്കും എന്താണ്? ഷർട്ടും മുണ്ടുമാണ്. അത് ഉടുത്താൽ തന്നെ അറിയാം ഇത് കേരളമാണെന്ന്. കേരളത്തിൻ്റെ ട്രഡീഷനാണ്, കേരളത്തിൻ്റെ കസ്റ്റംസ് ആണെന്നൊക്കെ നമുക്കറിയാം അല്ലേ? കേരളത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് നമുക്കറിയാം. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് പഠിച്ചു വെച്ച് പോകണം. പിന്നെന്താണ്? മേക്ക് അസ് ഫീൽ കംഫർട്ടബിൾ ആൻഡ് കോൺഫിഡൻസ് കിട്ടും. നല്ല വസ്ത്രങ്ങൾ ധരിച്ചാൽ നല്ല കോൺഫിഡൻസ് കിട്ടും. എനിക്ക് പലപ്പോഴും ഒരു ഷർട്ട് ഉണ്ട്, ഒരു ബ്ലാക്ക് ഷർട്ട്, അതിട്ട് എനിക്ക് ഭയങ്കര കോൺഫിഡൻസാണ്. അതുപോലെ നിങ്ങൾക്ക് എന്താണ്? നിങ്ങളുടെ ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചാൽ നല്ല കോൺഫിഡൻസ് കിട്ടും. ലാസ്റ്റ് പോയിന്റ് എന്താ? പ്രൊട്ടക്ട് അസ് ഫ്രം മൈനർ ഇഞ്ചുറീസ് ആൻഡ് ആക്സിഡൻസ്. ഞാൻ എന്ത് ചെയ്തു? ബൈക്കുമായിട്ട് പോവാണ്. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് എൻ്റെ ബൈക്ക് എന്ത് ചെയ്തു? നിയന്ത്രണം വിട്ട് റോഡിലേക്ക് വീണു. അപ്പോൾ എൻ്റെ കൈയിൻ്റെ ഇവിടെയൊക്കെ എന്താണ്? ഫുൾ സ്ലീവ് ആയതുകൊണ്ട്, ഇങ്ങനെ ഒരു വസ്ത്രം ധരിച്ചത് കൊണ്ട് എന്താണ്? എൻ്റെ കൈയിൻ്റെ ഇവിടെ ഒന്നും ഉരഞ്ഞില്ല. അതായത് കൈയിൻ്റെ ഇവിടെ ഒന്നും മുറിവ് വന്നില്ല. ഉരയുകയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? രക്ഷപ്പെടുത്തി. അതുപോലെ എന്താണ്? ഞാൻ തിരിഞ്ഞു വീഴുകയാണ് ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടെയുള്ള വസ്ത്രങ്ങളൊക്കെ എന്ത് ചെയ്തു? എന്നെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ വസ്ത്രങ്ങൾ പലപ്പോഴും എന്ത് ചെയ്യുന്നു? നമ്മളെ ചെറിയ ആക്സിഡൻറ്റുകളിൽ നിന്നൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഇത് പഠിക്കാതെ എക്സാമിന് പോകരുത്. ഇത് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സെറ്റാക്കാം. എക്സാം വിന്നറിൻ്റെ കൂടെ ഇന്ന് സെറ്റാക്കാം. നമുക്ക് അടുത്തത് എന്താണ് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് നോക്കിയാലോ?
അതുപോലെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട എക്സാമിന് പോകുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ പറയുന്ന 3 ആൾക്കാരുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട 3 ആളുകൾ ആരൊക്കെയാണ്? വസ്ത്രനിർമ്മാണത്തിനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 3 ആളുകൾ ആരൊക്കെയാണത്? നമ്മുടെ സ്വന്തം കോട്ടൺ, ജൂട്ട്, ഇൻഡിഗോ. മലയാളത്തിൽ നമ്മൾ എന്ത് പറയും? പരുത്തി, ചണം, നീലം എന്നിങ്ങനെ 3 പേരുകൾ നമ്മൾ അതിനെ വിളിക്കാറുണ്ട്. ഈ 3 ആളുകളെയും കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഈ 3 സാധനങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു വെക്കണം. ഇത് പഠിക്കാതെ എക്സാമിന് പോകരുത്. ഇത് പഠിച്ചാൽ സെറ്റാണെന്ന് പറഞ്ഞാൽ സെറ്റാണ്. എന്തായാലും ഇത് 3ൻ്റെയും പ്രത്യേകതകളും കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. നോക്കിയാലോ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പക്ഷേ ഈ ഒരു ഏരിയ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല ഫോക്കസ് ചെയ്തിട്ട് ഈ 3 കാര്യങ്ങളെ കുറിച്ച് നിങ്ങളോട് ചോദിക്കും. വസ്ത്രനിർമ്മാണത്തിൽ ഏറ്റവും വ്യാപകമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന 3 സാധനങ്ങളാണ് ഈ പറയുന്ന പരുത്തി, അതുപോലെ എന്താണ് ചണം, അതുപോലെ നീലം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ പ്രത്യേകതകൾ നോക്കിയാലോ. പരുത്തി എന്ന് പറയുന്നത് എന്താണ്? ലോകവ്യാപകമായിട്ട് വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ എടുക്കുന്ന എന്താണ്? ഈ പറയുന്ന കോട്ടൺ ആണ്, അല്ലെങ്കിൽ പരുത്തിയാണ്. പരുത്തി ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി, അതിൽ നിന്നൊരു പഞ്ഞി നമുക്ക് കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യും? നൂലാക്കി മാറ്റിയിട്ടാണ് വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നത്. വ്യാപകമായിട്ട് നമ്മൾ ഈ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അടിപൊളി പരിപാടിയാണ്. ഇതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ കാണാൻ പറ്റും. എങ്ങനെയാണ് പരുത്തിയിൽ നിന്നും അതുപോലെ പഞ്ഞി സൃഷ്ടിച്ചിട്ട് അതിൽ നിന്ന് നൂലുണ്ടാക്കിയിട്ട് നമ്മൾ വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പിന്നെന്താണ്? പ്രാചീന കാലം മുതൽ, അതായത് ആൻഷ്യൻ്റ് പീരീഡിലൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഇന്ത്യ സിൻസ് ആൻഷ്യൻ ടൈംസിൽ മുതൽ നമുക്ക് പരുത്തി കൃഷി അല്ലെങ്കിൽ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിൽ പരുത്തി, കോട്ടൺ നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത്താണ് ഇത് ജൂട്ട് അല്ലെങ്കിൽ ചണം എന്ന് നമ്മൾ പറയും. എന്താ പറയുക? ചണം. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഈ നാര് പോലത്തെ സാധനം കണ്ടണോ? പഴയ ഷോപ്പുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. പഴയ കടകളിലൊക്കെ നമുക്കിത് കാണാൻ പറ്റാറുണ്ട്. എന്താണ്? നമ്മൾ ഈ കടലാസിൽ നമ്മൾ വല്ല പഞ്ചസാരയൊക്കെ വാങ്ങി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അത് ചുറ്റിയൊക്കെ തരും. അതുപോലത്തെ ഒരു സാധനം തന്നെയാണത്. നോക്കാം, ചണച്ചെടിയിൽ നിന്നാണ് ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് ജൂട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ജൂട്ട് പ്ലാന്റ്. സ്വാഭാവികമായിട്ടും പിന്നെന്താ സംഭവിക്കുന്നത്? ഇതൊരു പ്രകൃതിദത്ത നാരാണ്. അതായത് പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന ഒരു സാധനമാണത്. നേച്ചുറലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണിത്. ലോകത്തെ ചണം കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലെ ഫലഭൂയിഷ്ഠമായ ഗംഗാ തീരത്താണ്. ഇപ്പോൾ ഗംഗാ പ്ലെയിൻസിലാണ് നമ്മൾ ഈ പറയുന്ന ജൂട്ട് പ്ലാന്റ്സ് ഓൾമോസ്റ്റ് എല്ലാം കാണുന്നത്. ജൂട്ട് പ്ലാന്റ്സിൻ്റെ ഭൂരിഭാഗവും എവിടെയാണ്? ഗംഗാ ബേസിൻ്റെ ഭാഗത്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ചണം എന്ത് ചെയ്തിട്ടുണ്ട്? പണ്ട് കാലത്ത് വിദേശികൾ വ്യാപകമായിട്ട് എവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്? വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നും ചണം, അതായത് നമ്മുടെ ഈ ജൂട്ട് എന്ത് ചെയ്തു? ഇവരെ എടുത്ത് കൊണ്ടുപോയി, അടിപൊളിയായിട്ട് കൊണ്ടുപോയി. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്തു. ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ലാസ്റ്റ് വൺ ഏതാണ്? ഇൻഡിഗോ എന്ന് പറയും. നീല കളറുള്ള പൊടി അല്ലേ? സത്യത്തിൽ ഈ നീല കളറിലല്ല ഇതുണ്ടാവുക. നീല കളറിൽ ഇതുണ്ടെങ്കിലും ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. In the early days, a dye made from indigo plant was used to color to clothes. അതായത് വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? കൃത്രിമ ചായങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന നീലം നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം നീലത്തിൽ പല സാധനങ്ങളും ചേർത്തിട്ട് നമ്മളത് പല പല കളറുകളാക്കും. എന്നിട്ടാണ് നമ്മളിത് വെക്കുക. പിന്നീട് നീലത്തിൽ വിവിധ കൂട്ടുകൾ ചേർത്താണ് വ്യത്യസ്തമായ നിറങ്ങൾ ഉണ്ടാക്കിയത്. ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. നമ്മൾ പഠിച്ചു വെക്കേണ്ട 3 ആൾക്കാരാണിത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. വസ്ത്രനിർമ്മാണങ്ങളുടെ ഏറ്റവും ടോപ്പ് സാധനമാണിത്. പഠിച്ചു വെച്ചോ, സെറ്റാക്കി വെച്ചോ. ഓക്കെ, അടുത്തത് എന്താണ്? അതുപോലെ എക്സാംസിന് പഠിച്ചു വെച്ച് പോകേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് ഇത്. യന്ത്രങ്ങൾ വന്നല്ലോ, വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ യന്ത്രങ്ങൾ വന്നു. അതെന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയത്? എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മുടെ മെഷീനറീസ് വസ്ത്രങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു മേഖലയിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടത്. ചേഞ്ചസ് ബോട്ട് ബൈ ദ യൂസ് ഓഫ് മെഷീനറി ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് ക്ലോത്ത് മാനുഫാക്ചറിങ്ങിൽ ഈ പറയുന്ന മെഷീനറീസ് കൊണ്ടുവന്ന ചേഞ്ചസ്, ദ ബിഗ് ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ്? ഈ ചോദ്യമൊക്കെ വരെ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. നമുക്ക് ഫുൾ മാർക്ക് വേണമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഏരിയാസ് മൊത്തം എന്ത് ചെയ്യണം? അടിപൊളിയാക്കി സെറ്റാക്കി പഠിച്ചു വെച്ച് പോകണം. എന്തൊക്കെ ചേഞ്ചസ് ആണ് കൊണ്ടുവന്നത് കൃത്യമായിട്ട് പഠിച്ചോ. ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ക്ലോത്ത്. മെഷീനറീസ് വന്നതോടുകൂടി നമ്മൾ വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ പ്രൊഡക്ഷൻ്റെ എണ്ണം എന്ത് ചെയ്തു? കംപ്ലീറ്റ്ലി കൂടി. പിന്നെ റിഡക്ഷൻ ഇൻ ഹ്യൂമൻ ലേബർ. മനുഷ്യന്മാർ കഷ്ടപ്പെടുന്നതിൻ്റെ അധ്വാനം കുറയ്ക്കാൻ പറ്റി. ഹ്യൂമൻ ലേബേഴ്സ് അങ്ങനെ ഫുൾ ടൈം പണിയെടുക്കേണ്ട ആവശ്യമില്ല. ബാക്കി പണിയൊക്കെ ആര് ചെയ്തോളും? യന്ത്രങ്ങൾ, മെഷീനറീസ് ചെയ്തോളും. പിന്നെ ഡൈവേഴ്സിറ്റി ഇൻ ക്ലോത്തിങ്. വ്യത്യസ്ത കളറിലുള്ള വസ്ത്രങ്ങൾ, ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റി. പച്ചയും നീലയും മഞ്ഞയും കളറുള്ള അടിപൊളി വസ്ത്രങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്തു? ഉപയോഗിക്കാൻ പറ്റി. പിന്നെന്താണ്? ക്വാളിറ്റി ക്ലോത്തിങ്. നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്തിങ് നമുക്ക് കിട്ടാൻ തുടങ്ങി. അതുപോലെ സ്പ്രെഡ് ഓഫ് ക്ലോത്തിങ്, വസ്ത്രങ്ങളുടെ വ്യാപനം. എല്ലാവരും എന്ത് ചെയ്തു? വൈബ് ഡ്രസ്സുകളൊക്കെ ഇടാൻ തുടങ്ങി. ഇഷ്ടം പോലെ വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് സാധനമായിട്ട് എന്ത് ചെയ്തു? സൊസൈറ്റിയിൽ മാറാൻ തുടങ്ങി.
പിന്നെ ലോവർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, വലിയ ചിലവൊന്നുമില്ല. പണ്ട് മനുഷ്യന്മാർ നെയ്തുണ്ടാക്കുന്ന സമയത്ത് വളരെ ചിലവ് കൂടുതലാണ്. ഇപ്പോൾ എന്താണ്, ലോ കോസ്റ്റ് വളരെ കുറവാണ്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്, പഠിച്ചു വെച്ച് പോകണം. എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങണമെങ്കിൽ നിങ്ങളിത് പഠിച്ചു വെച്ചേ പോകാൻ പാടുള്ളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ യൂണിഫോമിറ്റി ഇൻ സൈസ് ആൻഡ് ഡിസൈൻ, അതായത് വ്യത്യസ്ത രൂപത്തിൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ വ്യത്യസ്ത അളവുകളിൽ വസ്ത്രങ്ങൾ തയ്ക്കാൻ പറ്റുന്ന കോലത്തിൽ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് മാറ്റാൻ പറ്റി. ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ ഫാബ്രിക് ആൻഡ് സ്റ്റൈൽസ്, പുതിയ ശൈലികളും പുതിയ മോഡൽ ഡ്രസ്സുകളൊക്കെ നമുക്ക് വരാൻ തുടങ്ങി. ഇപ്പോൾ വസ്ത്രങ്ങളുടെ പ്രൊഡക്ഷനിൽ മെഷീനറീസ് വലിയൊരു റോൾ വഹിച്ചിട്ടുണ്ട്. ചോദ്യം കൃത്യമായിട്ട് ചോദിക്കും, 2-3 പോയിന്റ്സ് ഒക്കെ എഴുതാനായിരിക്കും ചോദിക്കുക. അപ്പോൾ ഓരോ പോയിന്റുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. പിന്നെ എന്താണ് ചോദിക്കുന്നത് നമുക്ക് നോക്കിയാലോ. അതുപോലെ നിങ്ങൾ നോക്കി വെക്കേണ്ടത് ഈ ഒരു സാധനം കണ്ടില്ലേ, ഈ ഒരു ചോദ്യം നിങ്ങളോട് എന്തായാലും എന്ത് ചെയ്യും, ഇവിടെ ഓരോരോ ഗ്യാപ്പുകൾ തന്നിട്ട് ഫില്ല് ചെയ്യാൻ ചോദിക്കും. ഇത് നല്ലൊരു ചോദ്യമാണ്. അതായത് വസ്ത്രങ്ങൾ നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ വസ്ത്ര നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ജോലികൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്, ഒരുപാട് തൊഴിലുകൾ നമുക്ക് കാണാൻ പറ്റും. അത് ഏതൊക്കെയാണെന്നൊന്ന് പഠിച്ചു വെച്ചാലോ. കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, കൃത്യമായിട്ട് ഇത് ഫില്ല് ചെയ്യാൻ പറ്റണം, ഓരോരോ പോയിന്റ്സുകളും ഫില്ല് ചെയ്യാൻ പറ്റണം. അതായത് വസ്ത്ര രംഗത്തെ തൊഴിൽ മേഖലകൾ, എന്തൊക്കെ ജോലിയിൽ നമുക്ക് ഏർപ്പെടാൻ പറ്റും. ഫസ്റ്റ് വൺ എന്താണ്, നെയ്ത്ത് അല്ലെങ്കിൽ വീവിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. നെയ്ത്തുകാരുണ്ടല്ലോ, വസ്ത്രങ്ങൾ നെയ്യുന്ന ജോലി ചെയ്യുന്ന ആളുകൾ. പിന്നെന്താണ്, വസ്ത്രാലങ്കാരം, കോസ്റ്റ്യൂം ഡിസൈൻ. സിനിമകളിലൊക്കെ വലിയ പോസ്റ്റാണ് എന്ത്, കോസ്റ്റ്യൂം ഡിസൈനർ എന്ന് പറയുന്നത്. പിന്നെന്താണ്, തുന്നുന്ന ആൾക്കാർ. സ്വാഭാവികമായിട്ടും ഡ്രസ്സുകൾ, വസ്ത്രങ്ങൾ എന്ത് ചെയ്യണം, നമുക്ക് തുന്നണം. പിന്നെ എംബ്രോയിഡറി വർക്കുകൾ, അതിലെന്താണ് കുറച്ച് ഡിസൈനുകളൊക്കെ വെക്കുന്ന കുറച്ച് ആൾക്കാർ, എംബ്രോയിഡറി വർക്കുകളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെന്താണ്, ഡിസൈനിങ്. സ്വാഭാവികമായിട്ട് ഡിസൈൻ, എംബ്രോയിഡറി എന്ന് പറഞ്ഞ പ്രോസസ്സുകളൊക്കെ എന്താണ്, ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. പിന്നെ ചായം മുക്കൽ, അതായത് വസ്ത്രങ്ങൾക്ക് ചായം മുക്കണമല്ലോ, കളർ കൊടുക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കോടിക്കണക്കിന് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ രാജ്യത്ത് ജോലി എടുക്കുന്നുണ്ട്. ലാസ്റ്റ് വൺ എന്താണ്, സ്പിന്നിങ്, നൂൽപ്പ്. ഈ പ്രോസസ്സുകൾ അല്ലെങ്കിൽ ഈ ജോലികളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ എന്താണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കുന്നതോടുകൂടി അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് നിലനിൽക്കുന്നുണ്ട്, ഒരുപാട് തൊഴിൽ മേഖലകൾ നിലനിൽക്കുന്നുണ്ട്. പഠിച്ചു വെച്ച ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സാംസിന് എന്തായാലും പഠിച്ചു വെച്ച് പോകണം, ഫുൾ മാർക്ക് വാങ്ങിയേ പറ്റുള്ളൂ. ഓക്കേ. അതുപോലെ നമ്മൾ നോക്കി വെക്കേണ്ട മറ്റൊരു കാര്യമാണ്, വസ്ത്രത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സമര ആയുധമായിട്ട് നമ്മുടെ മഹാത്മാഗാന്ധിജി എടുത്തിട്ടുണ്ട്. അപ്പോൾ വസ്ത്രങ്ങളെ എങ്ങനെയാണ് സമര ആയുധമായിട്ട് എടുത്തത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പഠിച്ചു വെക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഏതാണത്? നമ്മുടെ സ്വദേശി പ്രസ്ഥാനവും അതുപോലെ എന്താണ്, ഖാദി പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനത്തെക്കുറിച്ചും ഖാദി പ്രസ്ഥാനത്തെക്കുറിച്ചും നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. ഈ 2 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് മഹാത്മാഗാന്ധിജിയും സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിലും വസ്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന വലിയ മുന്നേറ്റങ്ങളാണത്. എന്താണ് സ്വദേശി പ്രസ്ഥാനം? നമുക്കറിയാം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം എന്ത് ചെയ്യുന്നത്, ആരംഭിക്കുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്, ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ നമുക്കിനി വേണ്ട, ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ നമുക്ക് ഒഴിവാക്കാം, ഉപേക്ഷിക്കുക, ഇന്ത്യൻ നിർമ്മിത വസ്തുക്കൾ ഉപയോഗിക്കാം. ബ്രിട്ടീഷ് ഗുഡ്സ് ഒന്നും നമുക്ക് വേണ്ട, ബ്രിട്ടീഷ് നിർമ്മിത വസ്ത്രങ്ങളൊന്നും നമുക്ക് വേണ്ട, പകരം എന്ത് മതി, ഇന്ത്യൻ നിർമ്മിത വസ്ത്രങ്ങൾ മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി. അതുപോലെ എന്താണ്, അതിൻ്റെതായിട്ട് ബന്ധപ്പെട്ട് 2015 മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായിട്ട്, അതായത് ഹാൻഡ്ലൂം ഡേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആചരിക്കുന്നുണ്ട്. നാഷണൽ ഹാൻഡ്ലൂം ഡേ ആയിട്ട് ഓഗസ്റ്റ് 7 നമ്മൾ ആചരിക്കുന്നുണ്ട്. ഇതൊക്കെ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ്, വസ്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സമരങ്ങളാണ്. അതുപോലെ ഖാദി പ്രസ്ഥാനം 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ് നമ്മൾ എന്ത് ചെയ്തത്. ഇത് നമ്മൾ പറഞ്ഞു, ഓൾറെഡി നമ്മൾ പഠിച്ചതൊക്കെ പഠിച്ചു പോകണേ, എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന സാധനമാണ്. അതായത് ഖാദി പ്രസ്ഥാനം, ഖാദി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഗാന്ധിജി ഓരോ ഗ്രാമങ്ങളിൽ കയറി പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം, വിദേശ വസ്ത്രങ്ങളെ ബഹിഷ്കരിക്കുക, ബോയ്ക്കോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യുക, ഇന്ത്യൻ വസ്ത്രങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ വസ്ത്രങ്ങളെ ആയുധമായിട്ട് ആരുപയോഗിച്ചിട്ടുണ്ട്, അതായത് സമര ആയുധമായിട്ട് ഗാന്ധിജി പോലുള്ള വലിയ മഹാത്മാക്കൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട 2 മൂവ്മെൻറ്റുകളാണ്, ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കേ. പിന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട, നമ്മൾ പഠിച്ചു വെക്കേണ്ട വേറൊരു ഏരിയ ആണ്, ഈ 3 ഫോട്ടോസ് വരും. ഈ 3 ഫോട്ടോസ് എന്നിട്ട് നമ്മളോട് ചോദിക്കും, പണ്ട് കാലത്തുള്ള ആളുകൾ എന്തൊക്കെ വസ്ത്രങ്ങളാണ് ധരിച്ചുകൊണ്ടിരുന്നത്. ഈ ഫോട്ടോസ് എന്നിട്ട് നമ്മളോട് ഐഡൻറ്റിഫൈ ചെയ്യാനും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു പോവുക, എക്സാമിന് നന്നായിട്ട് നോക്കി വെച്ചു പോവുക. ഫസ്റ്റ് ഫോട്ടോ എന്താണ്, ഇവർ ധരിച്ച വസ്ത്രം എന്താണ്, ബാർക്ക് ഓഫ് ട്രീസ് ആണ്. ട്രീയുടെ ബാക്കുകളാണ് എന്ത് ചെയ്യുന്നത്, അവർ യൂസ് ചെയ്യുന്നത്. ബാർക്ക് ഓഫ് ട്രീസ് അവരെന്ത് ചെയ്യുന്നു, വസ്ത്രങ്ങളായിട്ട് ആദിമ മനുഷ്യന്മാർ ഉപയോഗിച്ചിട്ടുണ്ട്, പഴയകാല മനുഷ്യന്മാർ ഉപയോഗിച്ചു. രണ്ടാമത്തെ ഫോട്ടോസിൽ എന്താണ് കാണുന്നത്, ലീവ്സ് ആൻഡ് പ്ലാന്റ്സ് പാർട്ട്, അതായത് പല ചെടികളുടെയും ഇലകളും അതിൻ്റെ പല കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ എന്ത് ചെയ്തു, വസ്ത്രങ്ങൾ ധരിച്ചു. ലാസ്റ്റ് വൺ എന്താണ്, ആനിമൽ സ്കിൻ ആൻഡ് ഫേഴ്സ്, ആനിമലുടെ രോമങ്ങൾ
രോമങ്ങളും അവരുടെ സ്കിന്നുകൾ എന്ത് ചെയ്തു, നമ്മൾ വസ്ത്രങ്ങളായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയി എക്സാംസിന് പഠിച്ചു പോവുക, എക്സാംസിന് സെറ്റ് ആക്കണം. ഇത് പഠിക്കാതെ നിങ്ങൾ പോകരുത്, സെറ്റ് ചെയ്ത് പഠിച്ചു വെച്ച് പോകണം, നല്ല മാർക്ക് വാങ്ങിക്കണം, ഇത് കൃത്യമായിട്ട് നോക്കണം. ഓക്കേ.